നമ്മുടെ ഗവർണർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു വിവാദ സർക്കുലർ ഇറക്കി, അത് വിവാദമായി. വിഭജന ഭീകരത സ്മരണ ദിനം. എന്താണ് എൻ്റെ അഭിപ്രായം? സംഭവം ശരിയാണ്. ആഗസ്റ്റ് 14 ഇന്ത്യ വിഭജിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ദിനം ആചരിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായും അത് സംഭവിച്ചതല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ആഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ആഗസ്റ്റ് 14 അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനം 14 15 ആയിട്ട് കണക്കാക്കപ്പെടാവുന്നതാണ്. അർദ്ധരാത്രി കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ RSSന്റെയും BJPയുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർ ആദ്യഘട്ടത്തിൽ അവരുടെ നേതാക്കന്മാർ പങ്കെടുത്തെങ്കിലും ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ തുടർന്നാൽ മതി എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നു. ഇപ്പോഴും അവർ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അവർക്ക് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിനോട് ഇപ്പോഴും അവർക്ക് യോജിപ്പില്ല. അവർ ആരെയാണ് പക്ഷെ വിദേശ ശക്തികൾ എന്ന രീതിയിൽ അംഗീകരിക്കുന്നത് എന്നത് ചോദിച്ചാൽ ഇപ്പോൾ അമേരിക്കയെയാണ് അവർ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഫുൾ സ്വാതന്ത്ര്യമുള്ള, അതായത് പരമാധികാരമുള്ള ഒരു ഇന്ത്യയെക്കുറിച്ച് അവർ കാണുന്നില്ല. മാത്രമല്ല ആ വിഭജനത്തിനെ ഓർമ്മിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്ന്, ആഗസ്റ്റ് 15 നടക്കുന്ന സ്വാതന്ത്ര്യ ദിന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ മിഷണറി മുഴുവൻ അത് ആഘോഷിക്കുന്നതിന് വേണ്ടി സൈന്യങ്ങളടക്കം, പോലീസ് അടക്കം, സർക്കാരുകളടക്കം, രാജ്യത്തെ ജനങ്ങളടക്കം എല്ലാവരും സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിൻ്റെ ഒരു സമയമാണ്. ആ തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ഗവർണറുടെയും ഒരു ഇൻട്രസ്റ്റോട് കൂടി ഒരു സർക്കുലർ വരുന്നത്. ഈ സർക്കുലർ 2021 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചെന്നാണല്ലോ പറയുന്നത്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ RSSന്റെ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാക്കാൻ തീരുമാനിക്കുകയും കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവർണർ സൗമ്യനായ ഒരു കൃത്യമായിട്ടുള്ള RSSന്റെ ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ആഗസ്റ്റ് മാസം 14 ആ പരിപാടി നടത്തിയിട്ട് പിറ്റേ ദിവസം ആഗസ്റ്റ് 15 പരിപാടി നടത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്. രണ്ട്, ആ പരിപാടി ജനങ്ങളും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളും നടത്തുക വഴി വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം വികാരം ഉണ്ടാക്കുക, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വികാരം ഉണ്ടാക്കുക എന്നുള്ള. എന്തിനാണ് ഇപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാജ്യത്ത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വലിയ ഒരു സ്ട്രഗിൾ വോട്ടർ പട്ടികയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ മുൾമുന്നിൽ നിർത്തുകയും ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി വർക്ക് ചെയ്ത 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായും വോട്ട് കൊള്ള ചെയ്തുകൊണ്ടാണ് എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം തെളിവുകൾ പല സ്ഥലത്തു നിന്നും, അത് ഈ MP-മാരുമായി ബന്ധപ്പെട്ട് ഒരു മണ്ഡലത്തിലെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ധാരാളം മണ്ഡലങ്ങളുടെ സ്റ്റഡി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർ ഇലക്ഷൻ കമ്മീഷൻ അതിൽ പറയുന്ന ഒരു കാര്യം, ഇത് ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ പോളിംഗ് ബൂത്തിലെ ഏജന്റുമാർ ഒപ്പിട്ട് നൽകിയ രേഖ, കാരണം ഡിജിറ്റൽ രേഖ നൽകാൻ ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ആ ഡിജിറ്റൽ രേഖ തരാം. കാരണം രാജ്യത്ത് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലും കളങ്കമില്ലാത്ത ഏജൻസിയായിട്ട് പ്രവർത്തിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ജനാധിപത്യത്തിന് വേണ്ടി, ജനാധിപത്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് അവിടെ ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ കയറ്റുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രവണത ഉണ്ടാകാൻ പാടില്ല. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ 65 ലക്ഷം മുസ്ലിം വിഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. 65 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു കാര്യമല്ല. മാത്രമല്ല, ഇലക്ഷനിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന നിയമപ്രകാരം വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് മതി. അതാണ് എപ്പോഴും നമ്മൾക്ക് എന്തിനാണ് ഈ ആധാർ കാർഡ് കൊണ്ടുവന്നത്? നമ്മുടെ കണ്ണും നമ്മുടെ കൈയും എല്ലാം സെൻട്രലൈസ്ഡായിട്ട് കേന്ദ്ര സർക്കാരിന് കാണാൻ കഴിയുന്ന രീതിയിൽ
നമ്മൾ എവിടെ പോയാലും സെൻട്രൽ സർക്കാരിൻ്റെ വിജിലൻസിന് അറിയാൻ കഴിയുന്ന രീതിയിൽ, ഈവൻ നിങ്ങളൊരു ഫോൺ വിളിച്ചാൽ പോലും അത് ആർക്കാണ് വിളിച്ചതെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ആധാറിനെ മാറ്റിയിട്ട് ആ ആധാർ ഒരു രേഖയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്താണ് പിന്നെ രേഖയായിട്ട് വരിക? നമ്മൾ ഇലക്ഷന് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടി എന്താണ് അടിസ്ഥാന രേഖയായിട്ട് ഈ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെടുക? അപ്പം അതുള്ളവർ പോരാ എന്നും ഈ രാജ്യത്തെ പൗരന്മാരാണെന്ന് അവർ തെളിയിക്കണമെന്നുള്ള, അത് CAA അത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നതാണ് ബീഹാറിൽ. അപ്പോൾ അങ്ങേയറ്റം വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിൽ BJP ഭരണം പിടിച്ചെടുക്കുക തന്നെയായിരുന്നു എന്നത് കൃത്യമായി ബോധിപ്പിക്കുകയും ഇലക്ഷൻ കമ്മീഷനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയും രാജ്യം മുഴുവൻ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയ വിയോജിപ്പുള്ള, കോൺഗ്രസിനോട് രാഷ്ട്രീയ വിയോജിപ്പുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇടതുപക്ഷമുണ്ട്, ഇടതുപക്ഷം അനുകൂലിക്കുന്ന ആളുകളുണ്ട്, അതിനെതിരായിട്ട് നിൽക്കുന്നവരാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ. പക്ഷെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം എന്നതാണ് മുഴുവൻ ജനങ്ങളുടെ ആഗ്രഹം. കാരണം നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് പോലെ വേറൊരു രാജ്യത്ത് ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല. അത്രയും സ്വാതന്ത്ര്യമാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തിന് വേണ്ടി ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും. ഇപ്പോൾ ഇന്നലെ തന്നെ കണ്ടില്ലേ, 300 MP-മാരെന്ന് പറഞ്ഞാൽ 300 MP-മാരെയും അവർ അണിനിരത്തി. ആ MP-മാരിൽ ഒരാൾ പറഞ്ഞ് എതിരഭിപ്രായമല്ല, ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ അപ്പം തന്നെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി, കർണാടകയിൽ നിന്ന്. അപ്പൊ കോൺഗ്രസ് മന്ത്രിയെ രാജണ്ണ എന്ന് പറയുന്ന മന്ത്രിനെ അപ്പം തന്നെ മാറ്റി. അപ്പൊ കോൺഗ്രസ് ഇത് രണ്ടും കൽപ്പിച്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനിടയിലാണ് ഈ വിഭജനത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം. കേരളം എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ അവർ രാജ്യത്താകെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. കേരളത്തിൽ അവർ ഭിന്നിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ എങ്കിലും കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ തന്നെ ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കുന്നത്. അത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സർവകലാശാലകൾ വഴിയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് നേരത്തെ തന്നെ ലക്ഷ്യം വയ്ക്കുന്ന പുള്ളിയുടെ അധികാര കേന്ദ്രം അതാണല്ലോ. വൈസ് ചാൻസലർ എന്ന് പറയുന്ന അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി അടുത്ത തലമുറയിലേക്ക് ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയം, വിഭജനത്തിന്റെ താല്പര്യങ്ങളും ചർച്ച ചെയ്യുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ദുരുദ്ദേശം. അതുമാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ശോഭ കെടുത്തുന്ന, ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ എന്താ പറയുക ആഘോഷങ്ങളുടെയും ശോഭ കെടുത്തുന്ന ഒരു സർക്കുലറാണ് ഗവർണർ ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അപലപനീയമാണ്. ഗവർണർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കേരളത്തിൽ മുതിരുന്നത്, കേരളം ഒരു ജാതീയമായിട്ട് വിഭജിക്കില്ല, പക്ഷേ രാഷ്ട്രീയമായിട്ട് കേരളം ഗവർണറുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ കൃത്യമായും ഒന്നായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കും. മുഖ്യമന്ത്രി കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഇത്തരത്തിലുള്ള ഗവർണറുടെ ഒരു നീക്കത്തിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷവും മറ്റ് ജനങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ അണിനിരക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ യാതൊരു അവകാശവും ഉന്നയിക്കാൻ സാധിക്കാത്തൊരു സംഘടനയാണ് RSSും BJPയും. ഈ ഒരു ഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യം, അതായത് ഇന്ത്യ വിഭജിച്ച ഒരു ദിനത്തെക്കുറിച്ച് ആചരിക്കണം എന്ന് പറയുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ്, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ വർഗീയമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതൊരു പക്ഷേ ശരിയായിരിക്കില്ലേ? അത് ശരിയാണെന്ന് മാത്രമല്ല, എന്തായാലും മഹാത്മാഗാന്ധിനെ അവർ കൊന്നത്, മഹാത്മാഗാന്ധിയെ അവർ കൊന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയെ വിഭജിച്ചു എന്ന് പറഞ്ഞ ഒരു കള്ള പ്രചരണം നടത്തിയാണ്. അതിന് കാരണക്കാരൻ മഹാത്മാഗാന്ധിയാന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ കൊന്നത്. മഹാത്മാഗാന്ധിക്ക് അതിൽ യാതൊരു ബന്ധമില്ല. മഹാത്മാഗാന്ധി എത്രയോ പ്രാവശ്യം ഈ വിഭജനം ഒഴിവാക്കാൻ വേണ്ടി നിരാഹാരമടക്കം നടന്ന ഒരാളാണ്. അത് ഒരു തരത്തിലും മഹാത്മാഗാന്ധിയുടെ താല്പര്യപ്രകാരമല്ലായിരുന്നു ആ വിഭജനം ഉണ്ടായിരുന്നെന്ന് അറിയാമെന്നിട്ട് പോലും മഹാത്മാഗാന്ധിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കൃത്യമായും പ്രചരണം നടത്തി ആരോപണം ഉന്നയിച്ചാണ് ഗോഡ്സെയെ കൊണ്ട് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ കൊന്നത്. അപ്പോൾ തിരിച്ച് മഹാത്മാഗാന്ധിയെ കൊന്ന ഒരു കാര്യം കൂടി ഈ വിഭജനത്തിൻ്റെ ഈ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും വീണ്ടും ചർച്ച ചെയ്യുന്നതിലേക്കാണ് ഇത് എത്തിക്കുക.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.